ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നോമ്പിലൂടെ കനാൻ പ്രവേശനം ലഭിച്ച നമ്മൾ നോമ്പിന് പിൻപ് സുവിശേഷങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൻ്റെ അവസാന വാക്യം ഏറ്റവും വലിയ ഗ്രേറ്റ് കമ്മീഷനാണ്, നിയോഗമാണ്. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിച്ച് സകല ജാതികളെയും ശിഷ്യരാക്കുകയും ഞാനോ ലോകാവസാനത്താലും നിങ്ങളോട് കൂടെയുണ്ട്. പലപ്പോഴും അതിൽ കറക്റ്റായിട്ടുള്ള തർജ്ജമയിൽ ശിഷ്യരാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെങ്കിൽ അത് ഒറിജിനൽ അത് ശിഷ്യരാകുവീൻ, നിങ്ങൾ പോകുമ്പോൾ ശിഷ്യരാകുമെന്ന്. ലോകാവസാനത്തോളം എല്ലാ അപ്പോസ്തലന്മാരും പോകുമ്പോൾ അവർ ശിഷ്യന്മാരാകും, അവരെ കാണുമ്പോൾ ശിഷ്യന്മാരാകും. നമ്മളുടെ പ്രവർത്തന മേഖലകളിൽ നമ്മളെ കാണുമ്പോൾ ശിഷ്യത്വത്തിലേക്ക് അടുത്തു വരുവാനായിട്ട് സാധിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകണം. അതുകൊണ്ട് ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ആ വലിയൊരു വിശാലമായ അനുഭവത്തിൽ മുൻപോട്ട് നീങ്ങുവാൻ ദൈവം തമ്പുരാൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ്, യേശു കർത്താവിൻ്റെ രാജ്യത്വത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് അബ്രഹാമിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ വംശാവലി. അബ്രഹാം ഇസ്ഹാക്കിനെ ജനിപ്പിച്ചു, ഇസ്ഹാക്ക് യാക്കോബിനെ ജനിപ്പിച്ചു, യാക്കോബ് യഹൂദയെ അവൻ്റെ സഹോദരന്മാരെയും ജനിപ്പിച്ചു. യഹൂദ താമാരിൽ പാരസിനെയും സാരഹിനെയും ജനിപ്പിച്ചു. പാരസ് ഹെസ്രോനെ ജനിപ്പിച്ചു, ഹെസ്രോൻ ആരാമിനെ ജനിപ്പിച്ചു, ആരാം അമ്മീനാദാബിനെ ജനിപ്പിച്ചു, അമ്മീനാദാബ് നഗശോനെ ജനിപ്പിച്ചു, നഗശോൻ ശൽമോനെ ജനിപ്പിച്ചു, ശൽമോൻ രാഹാബിൽ ബോവസിനെ ജനിപ്പിച്ചു, ബോവാസ് രൂത്തിൽ ഓബേദിനെ ജനിപ്പിച്ചു, ഓബേദ് ഇശായിയെ ജനിപ്പിച്ചു, ഇശായി ദാവീദ് രാജാവിനെ ജനിപ്പിച്ചു, ദാവീദ് ഊരിയാവിൻ്റെ ഭാര്യയായിരുന്നവളിൽ ശലോമോനെ ജനിപ്പിച്ചു, ശലോമോൻ രഹബ്യാവെ ജനിപ്പിച്ചു, രഹബ്യാവ് അബിയാവെ ജനിപ്പിച്ചു, അബിയാവ് ആസയെ ജനിപ്പിച്ചു, ആസ യോശാഫാത്തിനെ ജനിപ്പിച്ചു, യോശാഫാത്ത് യോരാമിനെ ജനിപ്പിച്ചു, യോരാം ഉസ്സിയാവെ ജനിപ്പിച്ചു, ഉസ്സിയാവ് യോഥാമിനെ ജനിപ്പിച്ചു, യോഥാം ആഹാസിനെ ജനിപ്പിച്ചു, ആഹാസ് ഇസ്കിയാവെ ജനിപ്പിച്ചു, ഇസ്കിയാവ് മനശ്ശയെ ജനിപ്പിച്ചു, മനശ്ശെ ആമോസിനെ ജനിപ്പിച്ചു, ആമോസ് യോശിയാവെ ജനിപ്പിച്ചു, യോശിയാവ് യഹന്യാവെയും അവൻ്റെ സഹോദരന്മാരെയും ബാബേൽ പ്രവാസകാലത്ത് ജനിപ്പിച്ചു. ബാബേൽ പ്രവാസകാലം കഴിഞ്ഞിട്ട് യഹബ്യന്യാവ് ശെയ്തിയേലിനെ ജനിപ്പിച്ചു, ശെയ്തിയേൽ സെരുബാബേലിനെ ജനിപ്പിച്ചു, സെരുബാബേൽ അബിഹൂദിനെ ജനിപ്പിച്ചു, അബിഹൂദ് എല്യോക്കീമിനെ ജനിപ്പിച്ചു, എല്യോക്കീം ആസോറിനെ ജനിപ്പിച്ചു, ആസോർ സാദോക്കിനെ ജനിപ്പിച്ചു, സാദോക്ക് ആഖീമിനെ ജനിപ്പിച്ചു, ആഖീം എലിഹൂദിനെ ജനിപ്പിച്ചു, എലിഹൂദ് എലയാസറെ ജനിപ്പിച്ചു, എലയാസർ മത്താനെ ജനിപ്പിച്ചു, മത്താൻ യാക്കോബിനെ ജനിപ്പിച്ചു, യാക്കോബ് മറിയയുടെ ഭർത്താവായ യോസഫിനെ ജനിപ്പിച്ചു, അവളിൽ നിന്ന് ക്രിസ്തു എന്ന പേരുള്ള യേശു ജനിച്ചു. ഇങ്ങനെ തലമുറകൾ ആകെ അബ്രഹാം മുതൽ ദാവീദ് വരെ 14, ദാവീദ് മുതൽ ബാബേൽ പ്രവാസത്തോളം 14, ബാബേൽ പ്രവാസം മുതൽ ക്രിസ്തുവിനോളം 14 ആകുന്നു. അപ്പോൾ ഇത് പേരെന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് സ്വാഭാവികമായിട്ട് ചിന്തിച്ചേക്കാം. അതിനകത്ത് വളരെ പ്രത്യേകത, ഇത് മുഴുവൻ വായിക്കുമ്പോൾ ഇത് ഈ ഫോട്ടോ എടുക്കുന്ന റെക്കോർഡ് ചെയ്യുന്ന എബിച്ചൻ തന്നെ എന്നോട് ചോദിച്ചു പേര് മുഴുവൻ വായിക്കണോ. കാരണം ഈ പേരുകൾ വരുമ്പോഴാണ് അതിൻ്റെ പ്രസക്തി. കാരണം ആദാമിൽ നിന്നുള്ള ജനനത്തിൽ ആദം ഹൗവ പരമ്പരകളിൽ വന്ന കുറവുകളും കുറ്റങ്ങളും പാപങ്ങളുമുള്ള തലമുറകളിൽ ഈ വായിച്ച ഈ ഘട്ടങ്ങളിലുള്ള ആളുകളിൽ കുറവുകളും കുറ്റങ്ങളും ഉള്ള ധാരാളം പേരുണ്ട്. യേശു കർത്താവിൻ്റെ ജനനത്തിൻ്റെ ഉദ്ദേശം അതിൽ നിന്നൊരു പുതിയ നിയമ യുഗം ആരംഭിക്കുവാൻ. അതിൽ തന്നെ 4 സ്ത്രീകളുണ്ട്. ഒരു പഴയ പുതിയ നിയമ വിശുദ്ധ കന്യാമറിയാം ഒഴികെ താമാറും രാഹാബും രൂത്തും ബത്ശേബായും, അവിടെ 4 പഴയ നിയമ സ്ത്രീകളുണ്ട്. അവരൊക്കെ അവരുടെ ജീവിതം പഠിച്ചാൽ വ്യത്യസ്തമായിട്ടുള്ള അനുഭവത്തിലൂടെ കടന്നു പോയിട്ടുള്ളവരാണ്. അപ്പോൾ ഇത് യേശു കർത്താവിൻ്റെ ജനനത്തിന് മുമ്പ് സംഭവിച്ചത്, യേശു ജനിച്ചത്, അതുകൊണ്ടാണ് യേശു മനുഷ്യനായി ജനിച്ചു എന്ന് പ്രൂവ് ചെയ്യണം.
ആ മനുഷ്യത്വം ബയോളജിക്കലി പരിശുദ്ധാത്മാവിനാൽ ജനിച്ച ഒരു സംഭവമാണ് യേശുവിൻ്റെ ജനനം. ആ 18-ാം വാക്യത്തിൽ കാണുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെ പറ്റിയാണ് പറയുന്നത്. 18-ാം വാക്യത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനനം. 18-ാം വാക്യത്തിൽ എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ ജനനം ഇവണ്ണമായിരുന്നു. അവൻ്റെ അമ്മയായ മറിയ യോസെഫിന് വിവാഹം നിശ്ചയിക്കപ്പെട്ട ശേഷം അവർ കൂടി വരും മുമ്പേ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്ന് കണ്ടു. അവളുടെ ഭർത്താവായ യോസഫ് നീതിമാനാവുകൊണ്ടും അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ അവന് മനസ്സിലായിക്കൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിക്കാൻ ഭാവിച്ചു. ഇങ്ങനെ നിലച്ചിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, ദാവീദിൻ്റെ മകനായ യോസഫേ, നിൻ്റെ ഭാര്യയായ മറിയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട, അവളിൽ ഉൽപ്പാദിതമായത് പരിശുദ്ധാത്മാവിനാലാകുന്നു. അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുകൊണ്ട് നീ അവനെ യേശു എന്ന് പേരിടണമെന്ന് പറഞ്ഞു. കന്യാഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന പേർ വിളിക്കും എന്ന് കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവൃത്തിയാകാൻ ഇതൊക്കെയും സംഭവിച്ചു. യോസഫ് ഉറക്കമുണർന്നു, കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ ചെയ്തു. ഭാര്യയെ ചേർത്തുകൊണ്ടു. മകനെ പ്രസവിക്കും വരെ അവൻ അവളെ പരിഗ്രഹിച്ചില്ല. മകന് അവൻ യേശുവെന്ന് പേർ വിളിച്ചു. വളരെ വ്യക്തമായി അരുളപ്പാടുകൾ നമ്മളെ ദൈവം അറിയിക്കും. യേശുവിൻ്റെ ജനനം വിശുദ്ധ യോസെഫിനെ അറിയിച്ച രംഗമാണ് കാണുന്നത്. കർത്താവായ യേശു ക്രിസ്തു ജനിച്ചത് മനുഷ്യനായി പിറക്കുന്നുവെങ്കിലും പരിശുദ്ധാത്മാവിനാലാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഈ യേശു നമ്മളിൽ ജനിച്ചിട്ടുണ്ടോ? എന്നിലും നിങ്ങളിലും യേശു ജനിച്ചിട്ടില്ലെങ്കിൽ ഈ നോമ്പിൻ്റെ ഈ 50 നോമ്പോ 40 നോമ്പോ എത്ര വായിക്കട്ടെ, അതിനുശേഷമുള്ള ഈ ദിനത്തിൽ യേശുവിനെയും കൊണ്ട് നടക്കുവാൻ യേശു നമ്മുടെ ജീവിതത്തിൽ ജനിക്കട്ടെ. കണ്ണുകടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, നോമ്പാനന്തര ധ്യാനത്തിൻ്റെ 1-ാം ദിനത്തിൽ വിശുദ്ധ കന്യാമറിയിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച യേശുവിനെ ഞങ്ങളുടെ ഹൃദയത്തിൽ ഉൾക്കൊള്ളുവാൻ സഹായിക്കുന്നു. ഞങ്ങൾ പഴയ നിയമ പട്ടികയിൽ കർത്താവെ ധാരാളം പേരുടെ പേരുകൾ വായിച്ചു. പല കുഴപ്പങ്ങളും പ്രയാസങ്ങളും ഉള്ളവരാണ്. എന്നാൽ കർത്താവ് ദൈവത്തിന് പുതിയ നിയമത്തിൽ വിശുദ്ധമായ ഒരു ജനനം ആരംഭിച്ചു. അതിൻ്റെ ഭാഗമായി ഞങ്ങളും വിശുദ്ധരാകുവാൻ ഞങ്ങളുടെ ജീവിതത്തെയും വിശുദ്ധീകരിക്കണമേ. ഈ നോമ്പാനന്തര ചിന്തകളിലൂടെ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഇത് കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും അവരുടെ കുടുംബങ്ങൾക്കും അശുദ്ധീകരണ പ്രക്രിയയിൽ മുൻപോട്ട് നീങ്ങുവാൻ സഹായിക്കണം. ആ വിശുദ്ധിയിലൂടെ അനുഗ്രഹങ്ങൾ ലഭ്യമാണല്ലോ, അത്ഭുതങ്ങൾ ലഭ്യമാണല്ലോ. വിശുദ്ധിയാണല്ലോ അത്ഭുതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനായി ഞങ്ങളെ തന്നെ ഒരുക്കണമേ. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ മഹത്വം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമീൻ. ഗോഡ് ബ്ലസ് യു.